നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണാം. ഇന്ന് ജൂൺ 8, തേയ്പിറൈ അഷ്ടമി. ഇന്നത്തെ ദിവസം ഈ 2 പൊരുட்കൾ ഇരുന്നാലേ മതി, നിങ്ങളുടെ കഷ്ടങ്ങൾ 8 ദിവസത്തിനുള്ളിൽ കാണാമലേ മറഞ്ഞു പോയിടും. അത് എങ്ങനെ ഈ പരിഹാരം ചെയ്യാമെന്ന് ഈ പതിവില് നമുക്ക് നോക്കാം. തേയ്പിറ അഷ്ടമി ദിവസത്തില് സാധാരണ നമ്മള് ഭൈരവരെയാണ് വഴിപാട് ചെയ്യുന്നത്. ഭൈരവർ എന്നാല് ശനീശ്വര ഭഗവാനോടെ ഗുരു. ശുക്രദോഷത്തിനെ നീക്കി എടുക്കുന്ന, അതായത് ശുക്രദോഷത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന ഭഗവാനായിട്ടും ഈ ഭൈരവർ ഇരിക്കുന്നു. അഷ്ടമി ദിവസത്തില് ഇവരെ പ്രാർത്ഥിക്കുന്നത്, ഇവർക്ക് വഴിപാട് ചെയ്യുക എന്നത് ഭയങ്കര സിറപ്പാണത്. നമ്മൾ എന്ത് കരുതി അദ്ദേഹത്തിനോട് ചോദിച്ചാലും അത് അതേമാതിരി നമുക്ക് കൈക്കുള്ളയിൽ വെച്ച് തരും. ഇത് വന്നിട്ട് തേയ്പിറ അഷ്ടമി ആയാലും വളർപ്പിറ അഷ്ടമി ആയാലും ഒന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് പറ്റുന്നത് വരേക്കും ഈ തേയ്പിറ അഷ്ടമി നാളില് കാലഭൈരവരിയ്ക്കുന്ന കോവിലിൽ പോയിട്ട് ഭൈരവരെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. ദെൻ ഈ വന്നിട്ട് ഈ വളർപ്പിറ അഷ്ടമി വരുമില്ലേ, ആ സമയത്തിന് നിങ്ങൾ വന്ന് കൃഷ്ണ ഭൈരവരെ വണങ്ങിക്കോളുക. നിങ്ങൾ കോവിലിൽ പോകുമ്പോൾ മറക്കാതെ താമരപ്പൂവോ കൂവള ഇലയോ തുമ്പയോ ജമന്തിപ്പൂവോ കൊണ്ടുപോവുക. അത് ഭൈരവർക്ക് വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട പൂക്കളാണ്. സോ പോകുമ്പോൾ വെറും കൈയോടെ പോകാമ, ഇതിലേതോ ഒന്ന് വാങ്ങിയിട്ട് പോയിക്കോളുക. ഭരണി നക്ഷത്രത്തിലാണ് ഭൈരവര് അവതരിച്ചത്. അതിനാല് ഈ ഭരണി നക്ഷത്രത്തിൽ ഇരിക്കുന്നവര് ഇവരെ പ്രാർത്ഥിക്കുക എന്നത്, അവര് എന്ത് മനസ്സിൽ കരുതുന്നുവോ അതെല്ലാം പെട്ടെന്ന് തന്നെ ഭൈരവര് അവർക്ക് നടത്തി കൊടുക്കും. ഭൈരവർക്ക് വന്നിട്ട് രാത്രി പൂജ ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇരുന്നാലും ഉച്ച സമയത്തിന് ചെയ്യുന്നത് അതിവിടെ പിടിക്കുമെന്നും പറയുന്നുണ്ട്. അഷ്ടമി ദിവസത്തില് ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് ചെറുനാരങ്ങയില്ലേ, രാജക്കനി എന്ന് പറയും, എലുമ്പിച്ചപ്പഴം എന്ന് പറയുന്ന, അത് വാങ്ങിച്ചിട്ട് പോയിട്ട് ഭൈരവരുടെ കാലുകളിൽ വെച്ച് അത് അർച്ചന ചെയ്ത് വീട്ടിലെടുത്തിട്ട് വന്നാല് നമുക്ക് തീരാതിരിക്കുന്ന വ്യാധികളുണ്ടല്ലോ, അസുഖങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നു കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് പണവരവ് വർദ്ധിക്കണം, അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്വർണ്ണ ആകാശന ഭൈരവരെ വളർപ്പിറ അഷ്ടമി ദിവസത്തില് പ്രാർത്ഥിച്ചോളുക. തേയ്പിറ അഷ്ടമിയിൽ വന്നിട്ട് ഇപ്പോ നിങ്ങളുടെ എതിരികളായിട്ടിരിക്കുന്നവരുണ്ടല്ലോ, ഒരുപാട് പേർക്ക് എനിമീസ് ഉണ്ടല്ലോ, അവരുടെ ഇതിൽ നിന്നുള്ള ആ കഷ്ടപ്പാടുകള്, അസുഖങ്ങൾ ഇരിക്കുന്നവര്, കടം പ്രശ്നങ്ങള്, അങ്ങനെ ഇരിക്കുന്നവര് ഇന്നത്തെ ദിവസം മുളക് ദീപം ഏറ്റിക്കൊള്ളുക. മുളക് എന്നത് കുരുമുളകാണ്. അഷ്ടമി വഴിപാട് എന്നത് ആപത്തിലിരുന്ന് കാത്തുകൊള്ളും എന്നത്. അഷ്ടമി വഴിപാട് വന്നിട്ട് ഭൈരവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വഴിപാട്. അതിലും വന്നിട്ട് തേയ്പിറ അഷ്ടമി വഴിപാട് എന്നത് മരണഭയത്തെ കൂടെ നീക്കാൻ പറ്റുന്ന ഒരു അത്ഭുതപ്പെട്ട വഴിപാട്, അർബുദமான വഴിപാട്. ശരിയാ. ഇതിൽ തേയ്പിറ അഷ്ടമി വന്നിട്ട് ചൊവ്വാഴ്ച വന്നാല് കുറച്ചുകൂടെ വിശേഷപ്പെടും. ദെൻ തിങ്കളാഴ്ചയോ ഞായറാഴ്ചയോ വന്നാല് ഒത്തിരി വിശേഷം തന്നെയാണ്. സോ ഇപ്പൊ നോക്കിയാല് തേയ്പിറ അഷ്ടമി വരുന്നത് ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കൾ എന്നാലേ സോമവാരം, ശിവനുക്ക് ഉകന്തിയ നാള്. ശിവനോട് ഒരു രൂപമാണ് ഭൈരവൻ. അതിനാല് ഭൈരവക്ക് ഒരുകിയ അഷ്ടമിയും തിങ്കളാഴ്ചയും ചേർന്ന് വന്നതിനാല് ഈ നാള് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഭൈരവരെ പ്രാർത്ഥിച്ചാല് നിങ്ങൾ എന്ത് ചോദിക്കുന്നുവോ അത് അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഭൈരവര് വന്നിട്ട് ശിവനോട് 64 വലുവങ്ങളിലെ മഹാജ്ഞാനിയായ രൗദ്രം തോട്ടം കൊണ്ടവരാണ്. എല്ലാ ശിവക്ഷേത്രത്തിലും ഭൈരവരിയ്ക്കുന്നുണ്ട്. പറഞ്ഞാല് ഭൈരവരാണ് കോവിലിന്റെ കാവൽ ദൈവമായിട്ട് ഇരിക്കുന്നത്. അതിനാലെയാണ് രാത്രി കോവില് മൂടുന്നതിന് മുന്നേ ആയിട്ട് ഭൈരവ പൂജ ചെയ്തിട്ടാണ് കോവില് മൂടുന്നത്. മാത്രമല്ല ഭൈരവരോടെ കാലടിയിലാണ് അന്ത കോവിലോടെ സാവിയില്ലയാ കീ വയ്ക്കുന്നത്. ശിവന്റെ സ്വത്തുക്കളെ കാവൽ കാക്കുന്ന അധികാരിയായിട്ടാണ് ഭൈരവരിയ്ക്കുന്നത്. നായയാണ് ഇവര് വാഹനമായിട്ട് വച്ചിരിക്കുന്നത്. അതിനാലെയാണ് നായ്ക്ക് വന്നിട്ട് ഈ തേയ്പിറ അഷ്ടമി ആയിരുന്നാലും ശരി വളർപ്പിറ അഷ്ടമി ആയിരുന്നാലും ശരി തൈര് സാദം നമ്മൾ വെച്ചു കൊടുക്കുന്നത്. അത് വാങ്ങി വെക്കുകയോ വീട്ടിലുണ്ടാക്കി വെക്കുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ ബിസ്ക്കറ്റ്, അതെങ്കിലും തൽക്കാലം നിങ്ങൾ വാങ്ങി നായ്ക്ക് കൊടുത്താല് ഇരിക്കുന്ന കഷ്ടങ്ങളിൽ കുറച്ച് നമുക്കത് കുറഞ്ഞു വന്ന് ഇല്ലാതെ പോവും. കാലത്തിന്റെ അധിപനായും ശനീശ്വര ഭഗവാന്റെ ഗുരുവായിരിക്കുന്നതിനാലെയും നമുക്ക് അഷ്ടമദശ 7.5 ദശ നടന്നാലും ശരി, ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കഷ്ടം തുടർന്നേ ഇരിക്കുന്നു,
നമ്മൾ ഈ കാലഭൈരവരെ വണങ്ങിയാൽ നമുക്ക് വരുന്ന കഷ്ടങ്ങളുടെ ആധിക്യം കുറച്ച് അത് ചെറിയ രീതിക്ക് വന്നു പോകും. അത് ചെറുതായി വന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതെ ആകും. വേറൊന്ന്, ഇപ്പൊ ഒരു അഷ്ടമിയിൽ ചെയ്തിട്ട് നിർത്തി പോയാലൊന്നും ഒരു കാര്യവും ഇല്ല. ഇത് കണ്ടിന്യൂസ്ലി ചെയ്തേ വരിക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ബലം കിട്ടും. കാശി നഗരം വന്നിട്ട് ഭൈരവരുടെ കെട്ടുപാടിലാണ് ഇരിക്കുന്നത്. അതിനാലെയാണ് അവിടെയുള്ളവർക്ക് മോക്ഷം കിട്ടുന്നു എന്ന് പറയപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വന്നിട്ട് കഷ്ടം വരുന്നത്, അത് എന്താ പറയുക, എല്ലാവർക്കും കഷ്ടം വരും. എന്നാൽ ആ കഷ്ടത്തിനെ കണ്ട് അത് അനുഭവിച്ച് നമ്മൾ ഒരുപാട് മെന്റലി സ്ട്രെസ്ഫുൾ ആകാൻ പാടില്ല. മനോനില വിട്ടുകൊടുക്കാൻ പാടില്ല. ശിവഭഗവാനോട് അംശമായിരിക്കുന്ന ഈ ഭൈരവരെ തേയ്പിറ അഷ്ടമി നാളില്, അതായത് ഇന്ന് നിങ്ങൾ വഴിപാട് ചെയ്ത് നിങ്ങളുടെ ആപത്തിലിരുന്ന്, നിങ്ങളുടെ കഷ്ടങ്ങളിലിരുന്ന് നമുക്ക് മോചിതരാവാൻ പറ്റും. ഇനി അഷ്ടമി തിഥി എപ്പോ ആരംഭിച്ച് എപ്പോ തീരുന്നു എന്ന് പറയാം. 7-ാം തീയതി, ഇന്നലെ ഞായറാഴ്ച രാത്രി 11:13 PM അഷ്ടമി തിഥി തുടങ്ങി ഇന്ന് തിങ്കളാഴ്ച രാത്രി 10:40 വരെയും ഇരിക്കുന്നുണ്ട്. ഇന്ന് വന്നിട്ട് രാഹുകാലം നോക്കിയാല് രാവിലെ 7:30 AM to 9 AM. യമകണ്ഠം നോക്കിയാല് 10:30 മുതൽ 12 മണി വരെ രാവിലെ. ഊളികൻ വന്നിട്ട് 1:30 മണി മുതൽ 3 മണി വരെ. ഇനി വന്നോളൂ, ഈ പരിഹാരം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഇതിന് വന്നിട്ട് തേവപ്പെടുന്ന ഒരു പൊരുള് ഞാൻ ഓൾറെഡി പറഞ്ഞു, മുളക്, കുരുമുളകാണ്. ശരിയാ? ഈ മുളക് വന്നിട്ട് വിഷമൂല്യ பயன்படுത്തുന്നുണ്ട്. ഇത് മെഡിസിനിൽ മാത്രമല്ല ആത്മീകത്തിലും ഈ കുരുമുളക് വന്നിട്ട് മിക മുഖ്യമായ പങ്കാണ് വഹിച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിറയെ കഷ്ടങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കഷ്ടങ്ങളെല്ലാം നമ്മളെ വിട്ട് ഓടിപ്പോകുന്നതിന് വേണ്ടിയിട്ട് ഈ മുളക് വന്നിട്ട് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് നന്നായിട്ട് നിങ്ങൾ ആ രീതിയിൽ യൂസ് ചെയ്തോളുക. കുറിപ്പ പറഞ്ഞാല് ഇപ്പോ നമുക്ക് എനിമീസിന്റെ, ശത്രുക്കളുടെ തൊള്ള ഒരുപാട് ഭയങ്കരമായിട്ട് അധികരിച്ചിട്ടിരിക്കുവാണെങ്കിൽ ഈ മുളക് വെച്ചിട്ട് നിറയെ പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നമുക്ക് ഓപ്പൺ ആയി നമ്മൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടും നിറയെ നമുക്ക് എഗനിസ്റ്റ് നിറയെ ആൾക്കാരിരിക്കാം. ഇപ്പോ എനിമീസിന്റെ അറ്റാക്ക് മാത്രമല്ല, നമുക്ക് എന്ത് പ്രശ്നമായിരുന്നാലും ഏത് കഷ്ടമായിട്ടിരുന്നാലും ശരി, എല്ലാം കാണാതെ പോകുന്നതിന് ഈ മുളക് പരിഹാരത്തിനെ വന്നിട്ട് നിങ്ങൾ തേയ്പിറ അഷ്ടമി ദിവസം ഇന്ന് ചെയ്തോളുക. ഇത് വന്നിട്ട് ടൈമിങ്സ് ഉണ്ട്. വൈകുന്നേരം 5 മണിക്ക് മേലെ രാത്രി 10:40 ചെയ്യാവൂ. ഈ പരിഹാരത്തിന് നമുക്ക് വേണ്ടത് 1 ടംബ്ലർ, 1 ഗ്ലാസ് ശുദ്ധജലം. അത് വന്നിട്ട് നിങ്ങൾ കണ്ണാടി, അതായത് ചില്ല് ഗ്ലാസ് എടുത്തോളുക. കുപ്പി ഗ്ലാസ് ഇല്ലേ, അതെടുത്തോളുക. അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയത് 27 മുളക്. ഈ 2 പൊരുൾക്കളും മാത്രം മതി. പൂജയറയിലോട്ട് നിങ്ങൾ ഒരു കണ്ണാടി ടംബ്ലറിൽ ഒരു പാതി അളവിലിരിക്കുന്ന മാതിരി ഇട്ടോളുക. ഇനി ഇതിന് റെസ്ട്രിക്ഷൻസ് ഇരിക്കുന്നുണ്ട്. പീരിയഡ്സ് ടൈമിലോ നോൺ വെജ് കഴിച്ചിട്ടോ ഒന്നും ചെയ്യാൻ പാടില്ല. കാലഭൈരവർക്ക് വഴിപാടുന്ന ഭയങ്കര ശുദ്ധമായിട്ടിരിക്കണം. ശരിയാ? ഇന്നത്തെ ദിവസം നിങ്ങൾ നോൺ വെജ് കഴിക്കണ്ട. ഈ വഴിപാട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കഴിച്ചോളൂ. മറ്റപടി വേറെ ഒന്നും റെസ്ട്രിക്ഷൻ ഇല്ല. ആർക്ക് വേണമെങ്കിലും വീട്ടിലിരിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ 27 മുളക് എടുത്തല്ലോ. എന്നിട്ട് പൂജാറയില് വിളക്ക് കത്തിച്ചോളുക. വേറൊന്നുണ്ട്, ഭൈരവരുടെ പടത്തിന് നമ്മൾ വീട്ടിൽ വയ്ക്കത്തില്ല. അതിനാല് നമ്മൾ വരാഹിയമ്മനെ മുന്നേ നിങ്ങൾ ഒരു വിളക്കേറ്റി വെച്ചിട്ട് നൈവേദ്യം കൂടെ വെച്ചോളുക. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് കിഴക്ക് നോക്കിയോ ഇല്ലെങ്കിൽ വടക്ക് നോക്കിയോ ഇരുന്നോളുക. ഇരിക്കുമ്പോ വെറും തറയിലൊന്നും പോയി ഇരിക്കരുത്. ഏതെങ്കിലും ഷീറ്റ് വിരിച്ചിട്ടിരിക്കുക. ഇല്ല, തറയിൽ പറ്റാത്തവരാണെങ്കിൽ കസേരയിൽ ഇരുന്നോളുക. ദെൻ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ് നിങ്ങളുടെ ആവശ്യം, അത് മനസ്സാല് നിങ്ങൾ വേണ്ടിക്കോളുക. ഇപ്പൊ നിങ്ങൾക്ക് ശത്രുവിന്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് നിങ്ങൾ പറഞ്ഞോളൂ. അവരാൽ നിങ്ങൾക്ക് എന്ത് കഷ്ടം വരുന്നുവോ ആ കഷ്ടം തീരണം എന്ന് പറഞ്ഞിട്ട് ഒരു മുളക് എടുത്തിട്ട് ഈ ശുദ്ധജലം നമ്മൾ ഗ്ലാസ് ടംബ്ലറിൽ വെച്ചിരിക്കണില്ലേ, അതിലോട്ട് ഇട്ടോളുക. ഇപ്പൊ നിങ്ങൾക്ക് കടം പ്രശ്നമാണ് ഇരിക്കുന്നെങ്കിൽ എന്നോട് കടം പ്രശ്നം തീരണം അങ്ങനെ പറഞ്ഞ് മനസ്സാലെ നിങ്ങൾ വേണ്ടിയിട്ട് ആ മുളകെടുത്ത് നിങ്ങൾ ഈ വെള്ളത്തിലോട്ട് ഇട്ടോളുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമായിരുന്നാലും ശരി ഇങ്ങനെ പറഞ്ഞിട്ട് ഈ മുളകെടുത്ത് ഈ വെള്ളത്തിൽ ഇടണം. ഇങ്ങനെ ഓരോ മുളകും എടുത്ത് നിങ്ങളുടെ പ്രശ്നം പറഞ്ഞ് ഇതെല്ലാം തീരണമെന്ന് നിങ്ങൾ മനസ്സാലെ വേണ്ടിയിട്ട് ഈ വെള്ളത്തിൽ ഇട്ടുകൊണ്ടേ ഇരിക്കുക. പിന്നെ വേറൊന്ന്, ഒരു 2 മിനിറ്റിൽ എല്ലാം കഴിഞ്ഞ് എந்திരിച്ച് പോവാന്ന് വിചാരിക്കരുത്. നല്ല പൊറുമയ കാമാൻ ക്വയറ്റായിട്ട് ഇരുന്നിട്ട് ടൈം എടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങൾ ഓരോ മുളവും വെള്ളത്തിലോട്ട് ഇട്ടോളുക. വെള്ളത്തിനുള്ളില് എല്ലാ മുളവും ഇട്ടാച്ചില്ല, 27 മുളവും ഇട്ട് എന്നതിന് ശേഷം ഓം കാലഭൈരവരെ പോട്രി, ഓം
കാലഭൈരവരെ പോട്രി, ഓം കാലഭൈരവരെ പോട്രി. അങ്ങനെ നിങ്ങൾ ചൊല്ലിയിട്ട് എഗൈൻ നിങ്ങളുടെ ആവശ്യം പറഞ്ഞോളുക. ദെൻ നിങ്ങൾ കർപ്പൂര ദീപാരാധന ഉണ്ടല്ലോ അത് കാട്ടുക. ദെൻ ഈ മുളക് ഇട്ട് വെച്ച ഈ ഗ്ലാസ് ഉണ്ടല്ലോ അത് വന്നിട്ട് പൂജ അറയിൽ തന്നെ ഒരു സൈഡായിട്ട് നിങ്ങൾ വെച്ചോളുക. ദെൻ 1 hour അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം നമ്മൾ പാത്രം കഴുകുന്ന സിങ്ക് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കളയുക. കുരുമുളക് വന്നിട്ട് കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞു കളയുക. താന്ത്രിക പരിഹാരത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഇരിക്കുന്നവര് തുടർച്ചയായിട്ട് 8 തേയ്പിറ അഷ്ടമി നാളില് കണ്ടിന്യൂസ്ലി ചെയ്തു വരിക. അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ കഷ്ടങ്ങളെല്ലാം തീർന്നു കിട്ടുന്നതാണ്. ഇനി നിങ്ങൾക്ക് അടുത്ത് വരുന്ന ഡൗട്ട് എന്താ വെച്ചാല്, ഇപ്പോ ഒരു മുളകിടുമ്പോ ഒരു ആവശ്യമാണോ പറയേണ്ടത്, അടുത്ത മുളകിടുമ്പോ അടുത്ത ആവശ്യമാണോ പറയേണ്ടത് എന്നുള്ളത്. 27 മുളകല്ലേ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളത്തിൽ ഇടാൻ പറഞ്ഞത്. അങ്ങനെയല്ല. ഇപ്പൊ ഒരു മുളക് കയ്യിലെടുത്ത് വെച്ചിട്ട് ഇപ്പൊ ഒരാവശ്യം, എന്റെ എതിരിയുടെ പേര് പറഞ്ഞിട്ട് എതിരി തൊള്ള എന്നിൽ നിന്ന് അകന്നു പോണം, അതുപോലെ എനിക്ക് പണം വന്നു ചേരണം, അങ്ങനെ നിങ്ങളുടെ നീടെല്ലാം പറഞ്ഞതിന് ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടോളുക. ശരിയാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.